അപ്പോൾ ഇനി നമുക്ക് ഒരു ഒന്ന് രണ്ട് പ്രോബ്ലംസ് റിലേറ്റഡ് ടു RSA നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസാണ് RSA റിലേറ്റ് ചെയ്ത് ചോദിക്കാറ്. സ്ഥിരമായിട്ടും ഒരു പ്രോബ്ലം എങ്കിലും RSA റിലേറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പം ഒരു പ്രോബ്ലം നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോസിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ബിഫോർ യുവർ സെക്കൻഡ് സീരീസ്. അപ്പം ഇനി അടുത്ത പാറ്റേൺ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പിയുടെയും ക്യൂടെയും വാല്യൂസ് തന്നിട്ടുണ്ട്, രണ്ട് പ്രൈം നമ്പേഴ്സിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഓക്കെ, പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജ് എമ്മിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, പ്രൈം നമ്പേഴ്സിൻ്റെ വാല്യൂ പിയും ക്യൂവും തീർച്ചയായിട്ടും പ്രൈം നമ്പേഴ്സ് ആയിരിക്കും. അത് ഓൾറെഡി നമ്മുടെ ക്വസ്റ്റ്യനകത്ത് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും തന്നിട്ടുണ്ടാവുക, ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ ക്വസ്റ്റ്യൻ ഇറ്റ് സെൽഫ്. ഓക്കെ, ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ആണോ അല്ല ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണോ, ആ ക്വസ്റ്റ്യനകത്ത് എന്തൊക്കെ പാരാമീറ്റേഴ്സിൻ്റെ വാല്യൂസ് ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്, അപ്പോൾ അത് ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ എനിഹൗ നമുക്കിവിടെ 3 വാല്യൂസ് മാത്രമേ തന്നിട്ടുള്ളൂ, പിയുടെയും ക്യൂടെയും വാല്യൂ, അതുപോലെ പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജ് എമ്മിൻ്റെ വാല്യൂ. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ യൂഷ്വൽ പ്രൊസീജിയേഴ്സിലോട്ട് പോവാം. നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്കറിയാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, നമുക്ക് എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഓക്കെ, എന്നിൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുന്നത്, പി ഇൻറ്റു ക്യൂ. ഓക്കെ, പി ഇൻറ്റു ക്യൂ ആണ് എൻ്റെ. ഓക്കെ, പി ഇൻറ്റു ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഇൻറ്റു എത്രയാണ്, 5 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 15. ഓക്കെ, അടുത്ത നമുക്ക് സെക്കൻഡ് ചോയ്സ് എന്താണ്, 5FN കണ്ടുപിടിക്കുക. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, വാട്ട് ഇസ് 5FN എന്നൊക്കെ. അപ്പോൾ 5FN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് പി ആൻഡ് ക്യൂ ആർ പ്രൈം നമ്പേഴ്സ് ദെൻ ഡയറക്ട്ലി വി ക്യാൻ ഫൈൻഡ് ഔട്ട് 5FN യൂസിങ് ദ ഫോർമുല P-1 ഇൻറ്റു Q-1. ശ്രദ്ധിക്കുക, P-1 ഇൻറ്റു Q-1 വെച്ചിട്ട് 5FN കണ്ടുപിടിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്, സിൻസ് വി ആർ ഹാവിങ് 2 പ്രൈം നമ്പേഴ്സ് പി ആൻഡ് ക്യൂ. പിയും ക്യൂവും പ്രൈം നമ്പേഴ്സ് ആയതുകൊണ്ടാണ് 5FN നമുക്ക് ഈ ഒരു ഫോർമുല വെച്ച് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അല്ല എങ്കിൽ, പ്രൈം നമ്പേഴ്സ് അല്ല എങ്കിൽ, പിയും ക്യൂവും പ്രൈം നമ്പേഴ്സ് അല്ലായിരുന്നെങ്കിൽ 5FN എങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ളത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഓക്കെ, നമ്മൾ ക്ലാസ്സിൽ വെച്ച് തന്നെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഓക്കെ, അപ്പോൾ P-1 ഇൻറ്റു Q-1 ആണ്. അപ്പം P-1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 3-1 എത്രയാ, 2 ആണ് അല്ലേ. 3-1 is equal to 2 and 5-1 is equal to 4. ഓക്കെ, 2 into 4 is equal to 8. അപ്പോൾ 5FN കിട്ടി. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് എന്താണ്, നമുക്കറിയാം നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജ് തന്നിട്ടുണ്ട്. സിഫർ ടെക്സ്റ്റ് മെസ്സേജ് എന്താണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ദാറ്റ് മീൻസ് വി ഹാവ് ടു പെർഫോം എൻക്രിപ്ഷൻ ആൻഡ് ഡീക്രിപ്ഷൻ. എൻക്രിപ്റ്റും ചെയ്യണം, ഡീക്രിപ്റ്റും ചെയ്യണം. ഓക്കെ, ദാറ്റ് മീൻസ് എൻക്രിപ്റ്റ് ചെയ്ത് സിഫർ ടെക്സ്റ്റ് മെസ്സേജ് കണ്ടുപിടിക്കണം. ഈ കിട്ടുന്ന സിഫർ ടെക്സ്റ്റ് മെസ്സേജിൽ നിന്നും പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജ് റിക്കവർ ചെയ്തെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യണം. ദാറ്റ് മീൻസ് തിരിച്ച് നമുക്ക് ഈ പറയുന്ന വാല്യൂ തന്നെ കിട്ടുകയും വേണം. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിയുടെ വാല്യൂ, ക്യൂയുടെ വാല്യൂ, എമ്മിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. എം എന്ന് പറയുന്ന പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജ് ആണ്. യു ഹാവ് ടു പെർഫോം എൻക്രിപ്ഷൻ ആൻഡ് ഡീക്രിപ്ഷൻ. ദാറ്റ് ഈസ് എൻക്രിപ്ഷൻ വഴി ഈ സിഫർ ടെക്സ്റ്റ് മെസ്സേജിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റണം. അതുപോലെ ഡീക്രിപ്ഷൻ ചെയ്തിട്ട് ഈ എമ്മിൻ്റെ വാല്യൂ 4 തന്നെ നമുക്ക് അവസാനം ചെന്ന് കിട്ടണം. അതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കൺഫേം ചെയ്യാം വാട്ട് ഓൾ പ്രൊസീജിയേഴ്സ് വി ഹാവ് ക്യാരിഡ് ഔട്ട് ഇസ് കറക്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമുക്ക് എന്തായാലും പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജ് തന്നിട്ടുണ്ട്. നമുക്കറിയാവുന്ന കാര്യമാണ് നമുക്ക് സിഫർ ടെക്സ്റ്റ് മെസ്സേജ് വേണം എന്നുണ്ടെങ്കിൽ പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജ് റേസ് ടു ഇ മോഡ് n ആണെന്നറിയാം അല്ലേ. ഈ എം റേസ് ടു ഇ മോഡ് n ആണെന്നറിയാം. പക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കണ്ടുപിടിക്കണ്ടേ. ഓക്കെ, ഈ കണ്ടുപിടിക്കണമെങ്കിലുള്ള ഫോർമുല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി നോ ദാറ്റ് GCD of E, phi of n is equal to 1. GCD of E, phi of n is equal to 1 ആണ്. അപ്പോൾ ഈ GCD of E, phi of n is equal to 1 ഇങ്ങനെ വേണം നമുക്ക് ഈ വാല്യൂ കണ്ടുപിടിക്കാൻ. അപ്പോൾ ദാറ്റ് മീൻസ് വിച്ച് ഇംപ്ലൈസ് എന്താണ് എൻ്റെ അർത്ഥം, GCD of E, phi of n നമുക്ക് എത്ര കിട്ടി, 8 is equal to 1. അതായത് ഈയുടെ വാല്യൂ എന്തോ ആകും. ഓക്കെ, ആ വാല്യൂവും ഈ 8ഉം കൂടെ GCD എടുത്തു കഴിഞ്ഞാൽ 1 കിട്ടുന്ന രീതിയിലായിരിക്കും. അപ്പോൾ അങ്ങനെ വേണം നമ്മൾ ഈയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ഇതിനകത്ത് ഒരു ലൂപ്പ് ഹോളും കൂടെ, ഒരു ട്രിക്കും കൂടെ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്കറിയാവുന്ന കാര്യമാണ് ഈയുടെ വാല്യൂ എപ്പോഴും 1 less than or equal to E less than or equal to 5FN ആണ്. ഓക്കെ, 1 less than or equal to E less than or equal to 5FN. ദാറ്റ് മീൻസ് ഇവിടുത്തെ കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 1 less than or equal to E less than or equal to 8 ആണ്. 5FN 8 അല്ലേ. അപ്പം 1നും 8നും ഇടയിലുള്ള പ്രൈം നമ്പേഴ്സ് ആയിരിക്കും ഈ തീർച്ചയായിട്ടും പ്രൈം നമ്പേഴ്സ് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് 1നും 8നും ഇടയിലുള്ള ഏതൊക്കെ പ്രൈം നമ്പേഴ്സ് ഉണ്ടെന്നറിയാം. 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്, 7.
അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു നമ്പർ ആയിരിക്കും ഈയുടെ വാല്യൂ. അപ്പോൾ നമുക്ക് 1 by 1 ട്രൈ ഔട്ട് ചെയ്യാം. GCD ഓഫ് 2,8 1 ആണോ എന്ന് നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം യൂക്ലിഡിയൻ അൽഗോരിതം തന്നെ അപ്ലൈ ചെയ്യുക, അതായിരിക്കും ഏറ്റവും ബെറ്റർ. GCD ഓഫ് 2,8 = 1 ആണോ നോക്കാം. അപ്പോൾ യൂക്ലിഡിയൻ അൽഗോരിതം പ്രകാരം ഞാൻ G എന്ന് എഴുതുന്നുള്ളൂ. G എന്നുള്ളത് എക്സാമിൽ എഴുതരുത്, GCD എന്ന് തന്നെ എഴുതുക. ഓക്കെ, അപ്പോൾ GCD ഓഫ് A, B is equal to GCD ഓഫ് B, A mod B ആണെന്ന് അറിയാം. ഓക്കെ, ഞാനിവിടെ M എന്ന് എഴുതുന്നുള്ളൂ, നിങ്ങൾ മോഡെന്ന് എഴുതാൻ മറക്കരുത്. ഓക്കെ, MOD എന്ന് തന്നെ എഴുതണം. ഓക്കെ, അപ്പോൾ സിംപ്ലിസിറ്റി ഞാനിവിടെ M എഴുതി എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, GCD ഓഫ് 8, 2 mod 8 ആണ്. കാരണം നമുക്കറിയാം GCD ഓഫ് A, B is equal to GCD ഓഫ് B, A mod B ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്ത് എഴുതിയിരിക്കുന്നത്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? GCD ഓഫ് 8, 2 mod 8 എന്ന് പറഞ്ഞാൽ എന്താ? 2 തന്നെയാണ്, ബിക്കോസ് A is less than B, അതുകൊണ്ട് 2 തന്നെയാണ്. അപ്പോൾ വീണ്ടും ഇവിടെ നമുക്ക് 0 കിട്ടിയില്ല. 0 കിട്ടുന്നത് വരെയാണ് നമുക്കിത് എഴുതാൻ പറ്റുന്നത്. അപ്പോൾ വീണ്ടും നോക്കാം. GCD ഓഫ് 2, 8 mod 2. GCD ഓഫ് A mod B is equal to GCD ഓഫ് B, A mod B ആണ്. അപ്പം GCD ഓഫ് 2, 8 mod 2 ആണ്. അപ്പോൾ അടുത്തത് GCD ഓഫ് 2, 8 mod 2 എന്ന് പറഞ്ഞാൽ എന്ത് വരും? അവസാനം നമുക്ക് 0 കിട്ടും. കിട്ടത്തില്ലേ? കാരണം A / 2 എന്താണ്? 2 4 8 ആണ്, റിമൈൻഡർ 0 കിട്ടും. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടും? GCD ഓഫ് 2, 0 = 2. GCD ഓഫ് A, 0 = A ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് 2 ആണ് വാല്യൂ കിട്ടിയിരിക്കുന്നത്. പക്ഷേ നമുക്ക് GCD ഓഫ് E, 8 is equal to 1 ആണ് കിട്ടേണ്ടത്. അപ്പം നമുക്ക് 2 അല്ലാന്ന് മനസ്സിലായി. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഓപ്ഷൻ നോക്കാം. 2 കഴിഞ്ഞാൽ അടുത്ത ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റുന്ന പ്രൈം നമ്പർ എന്താണ്? 3 ആണ്. ഓക്കെ, 2 കഴിഞ്ഞാൽ അടുത്ത ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റുന്ന പ്രൈം നമ്പർ എന്താണ്? 3 ആണ്. ഓക്കെ, അപ്പോൾ GCD ഓഫ് 3, 8 is equal to എന്തുവാ നോക്കാം. ഓക്കെ, GCD ഓഫ് B, A mod B. ഓക്കെ, അതായത് GCD ഓഫ് 8, 3 mod 8 എന്ത് വരും? 3 വരും. ഓക്കെ, അപ്പോൾ ഇവിടെ വീണ്ടും 0 വന്നിട്ടില്ല, വീണ്ടും ചെയ്യണം. GCD ഓഫ് B, 8 A mod B. ഓക്കെ, അപ്പം 8 mod 3. അപ്പം നമുക്ക് എന്ത് കിട്ടും പറഞ്ഞേ? GCD ഓഫ് 3, 8 mod 3 എന്തുവാ? നമുക്ക് എന്തായാലും 8/3 ചെയ്യുമ്പോൾ റിമൈൻഡർ 2 കിട്ടും. അപ്പോൾ ഇവിടെ വീണ്ടും നമുക്ക് 0 വന്നിട്ടില്ല, വീണ്ടും നമ്മൾ വർക്കൗട്ട് ചെയ്തേ പറ്റുള്ളൂ. GCD ഓഫ് B, A mod B. ഓക്കെ, അപ്പം നോക്കിയേ, GCD ഓഫ് 2, 3 mod 2 ചെയ്യുമ്പം 2 1s are 2, റിമൈൻഡർ എത്ര കിട്ടും? നമുക്ക് 1 കിട്ടും. അപ്പോൾ വീണ്ടും നമുക്ക് എന്താ പ്രശ്നമാണ് അല്ലേ? 3/2, 2 1s are 2, റിമൈൻഡർ 1 കിട്ടും. അപ്പോൾ നമുക്ക് ഇനി വീണ്ടും കണ്ടിന്യൂ ചെയ്തേ പറ്റുള്ളൂ. GCD ഓഫ് 1, 2 mod 1. ഓക്കെ, 2 mod 1, ദാറ്റ് ഈസ് GCD ഓഫ് 1, 2/1 0 നമുക്ക് കിട്ടും. തീർച്ചയായിട്ടും 2/1 1 2s are 2 0 കിട്ടും. അപ്പോൾ നമുക്ക് അവസാനം എന്ത് കിട്ടി? 1 കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് തീരുമാനിക്കാം? നമുക്ക് ഈയുടെ വാല്യൂ എന്തായിട്ട് എടുക്കാം? 3 ആയിട്ട് എടുക്കാം. കാരണം ഈയുടെ വാല്യൂ 3 കൊടുത്തപ്പോഴാണ് നമുക്ക് 1 കിട്ടിയത്. ദാറ്റ് മീൻസ് GCD ഓഫ് E, 8 is equal to 1. GCD ഓഫ് 3, 8 1 തന്നെയാണ് നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ നമുക്ക് ഈയുടെ വാല്യൂ എന്ത് കിട്ടി? 3 കിട്ടി. ഈയുടെ വാല്യൂ 3 കിട്ടി. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ്. നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പിൽ സിഫോടെക്സ് മെസ്സേജ് കണ്ടുപിടിക്കണം. ദാറ്റ് ഇസ് M is equal to C is equal to M raised to E mod N ആണെന്ന് അറിയാം. M ഓൾറെഡി നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. 4 ആണ് ആൻസർ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 4 raised to E. ഈയുടെ വാല്യൂ ഇപ്പം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റി 3 mod N. N-ൻ്റെ വാല്യൂ എന്താണ്? 15. നമുക്ക് കിട്ടിയ കാര്യമാണതല്ല, നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. 4 raised to 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 64 mod 15. 64 mod 15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ നമുക്ക് എന്ത് കിട്ടും? 4 കിട്ടും. അറിയാമല്ലോ അതെങ്ങനെ ചെയ്യുന്നതെന്നുള്ളത്. 15 4s are 60 ആണ്, റിമൈൻഡർ 4 വരും. അപ്പോൾ അതാണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് സിഫോടെക്സ് മെസ്സേജ് 4 കിട്ടി. നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എന്നും കൂടെ കണ്ടുപിടിക്കണം. നമ്മൾ പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജും കൂടെ കണ്ടുപിടിക്കണം. ഓൾറെഡി നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് M-ൻ്റെ വാല്യൂ. പക്ഷേ ഇത് ഡീക്രിപ്റ്റ് ചെയ്ത് എടുത്ത് കാണിക്കുക. നമുക്ക് M-ൻ്റെ വാല്യൂ 4 തന്നെ കിട്ടുന്നുണ്ടെന്ന് എടുത്ത് കാണിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം കിട്ടുന്നുണ്ടോ എന്നുള്ളത്. ഈയുടെ വാല്യൂ നോക്കാം. ഓക്കെ, നമുക്കറിയാം ഡീക്രിപ്ഷൻ ചെയ്യണമെങ്കിൽ M-ൻ്റെ വാല്യൂ ആണ് റിക്കവർ ചെയ്തെടുക്കേണ്ടത്. M is equal to C raised to D mod N ആണ്. പക്ഷേ ഡിയുടെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിലൊന്നും തന്നിട്ടില്ല. വി ഹാവ് ടു ഫൈൻഡ് ഇറ്റ്. അപ്പം നമുക്കറിയാവുന്ന കാര്യമാണ്, ഡിയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഉള്ള ഫോർമുല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ E into D mod 5FN is equal to 1 ആണ്. E into D mod 5FN is equal to 1 ആണ്. ഓക്കെ, അപ്പോൾ ഈയുടെ വാല്യൂ 3D mod 5FN നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. 8 ആണ്, is equal to 1. ഇത് നമ്മൾ വേറെ ഇൻവേഴ്സ് ഒന്നും എഴുതാൻ നിൽക്കേണ്ട. ദാറ്റ് മീൻസ് ജിയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് D is equal to ഇൻവേഴ്സ് ഒന്നും കണ്ടുപിടിച്ച് എഴുതാനൊന്നും പറ്റത്തില്ല. ദ ഓൺലി തിങ് യു ക്യാൻ ഡു ഇസ് ദാറ്റ് സിംപ്ലി ഡു ദ ട്രയൽ ആൻഡ്
പ്രൊസീജിയർ. ദാറ്റ് മീൻസ് ഡിയുടെ വാല്യൂ 1 കൊടുക്കുക. 1 കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? 3 mod 8 is equal to 1. 3 mod 8 എന്തേ വരത്തുള്ളൂ? 3 വരത്തുള്ളൂ. അടുത്തത് ഡിയുടെ വാല്യൂ 2 കൊടുക്കുക. 3 into 2 എത്ര വരും? 6 വരും. 6 mod 8 നമുക്ക് 6 കിട്ടത്തുള്ളൂ, 1 കിട്ടത്തില്ല. 3 mod 3 ചെയ്യുക. 3 mod 3 എത്രയാ? 9. 9 mod 8 എത്രയാ? 1 കിട്ടും. അപ്പോൾ നമുക്ക് ഡിയുടെ വാല്യൂ എന്ത് കൺഫേം ചെയ്യാം? 3 കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇങ്ങനെ ട്രയൽ ഔട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് കിട്ടി? ഡിയുടെ വാല്യൂ കിട്ടി. അപ്പോൾ നമുക്ക് ഈ പ്രൊസീജിയർ ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. സിയുടെ വാല്യൂ നമ്മൾ ഓൾറെഡി 4 കണ്ടുപിടിച്ചിട്ടുണ്ട്. 4⁻3 mod n എന്താണ്? 15. ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു 64 mod 15 വിച്ച് ഈസ് ഈക്വൽ ടു 4. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജ് കണ്ടോ, നമ്മുടെ ക്വസ്റ്റനിൽ തന്ന കിട്ടിയിരിക്കുന്ന m=4 തന്നെയാണ് അവസാനം ഡീക്രിപ്റ്റ് ചെയ്തപ്പോൾ കിട്ടിയത്. ദാറ്റ് മീൻസ് വാട്ട് ഓൾ പ്രൊസീജിയേഴ്സ് ദാറ്റ് യു ഹാവ് ഡൺ സോ ഫാർ ഇസ് കറക്റ്റ് ഇറ്റ് സെൽഫ്. ക്ലിയർ ആണല്ലോ?